സബാൽ ഹയർ എല്ലാവർക്കും സബാൽ ഹയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സബാൽ ഹയർ, ഗുഡ് മോർണിംഗ്. പലപ്പോഴും വെളിച്ചത്തിൽ നമ്മുടെ ഒപ്പം നടക്കുന്നവരല്ല നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. ഇരുട്ടിലും വെളിച്ചം നൽകുന്നവരാണ്. അപ്പോൾ ഇരുട്ടിലും വെളിച്ചം നൽകുന്ന നമ്മുടെ സുഹൃത്തുക്കളെ ഒപ്പം നിർത്തുക. അതോടൊപ്പം തന്നെ നമുക്കും മറ്റുള്ളവർക്കായി വെളിച്ചം പടർത്താനായിട്ട് സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സബാൽ ഹയറിന്റെ പുതിയൊരു എപ്പിസോഡ് തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസം പെരുന്നാൾ എന്ന് പറയാൻ കാരണം കഴിഞ്ഞ മിനിയാന്ന് ഇവിടെ പ്രവാസികളുടെ പെരുന്നാളായിരുന്നു. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പെരുന്നാളായിരുന്നു. ഇന്നലെ നാട്ടിൽ പെരുന്നാളായിരുന്നു. 2 ദിവസത്തെ പെരുന്നാൾ ആഘോഷിച്ച ഒരു മീഡിയ ആയിരിക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കുക. കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് വിളിച്ചും എല്ലാവരോടും ഈദാശംസയൊക്കെ പറഞ്ഞും ഒക്കെ ആയിരിക്കും പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ടായിരിക്കുക. പലവരും എനിക്ക് തോന്നുന്നു ഇപ്പോഴും യാത്രകളിലൊക്കെ ആയിരിക്കും. ഒരുപാട് പേര് UAE വിട്ട് പുറത്ത് പോയവരുണ്ടായിരിക്കും, ഒമാനിലേക്ക് പോകുന്നവരുണ്ട്, അങ്ങനെ ഒത്തിരി പേര് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. പൊറാത്തിന് സ്കൂൾ വെക്കേഷനും കൂടിയാണ്. അപ്പൊ പലരും നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത പലരും UAEക്ക് അകത്ത് തന്നെ പെരുന്നാൾ ആഘോഷിക്കുകയും അതോടൊപ്പം തന്നെ UAEയുടെ അയൽ രാജ്യങ്ങളായ പ്രത്യേകിച്ചും അറിയാനായിട്ട് സാധിച്ചത് മസ്കത്തിലേക്കുള്ള പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടൊക്കെ പോയവർ നിരവധിയാണ്. അവിടെ മറ്റേ ഖരീഫ സീസൺ തുടക്കമായിട്ടുണ്ട്. ഭയങ്കര രസമുള്ള നല്ലൊരു ക്ലൈമറ്റ് ആണ് അറിയാൻ സാധിച്ചത്. ചെറിയ മഴയൊക്കെ ആയിട്ടുള്ള കാലാവസ്ഥ. ഇവിടുത്തെ ചൂടിനൊക്കെ വ്യത്യസ്തമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ആളുകൾക്ക് അതൊരു നല്ലൊരു ആശ്വാസമായിരിക്കും. അപ്പൊ അങ്ങോട്ടുള്ള ട്രാവലിംഗ് നിബന്ധനകളും എല്ലാം കുറച്ച് ലളിതമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് സലാലയിലേക്കൊക്കെ പോകാനുള്ള 15 hours ഡ്രൈവാണ്, കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു ആ യാത്ര തന്നെ ഒരു അനുഭവമാക്കി മാറ്റാൻ സാധിക്കും. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ആ പോകുന്ന വഴിയിലെ യാത്ര കുറെ ക്വാറികൾ, നല്ല ഭംഗിയുള്ള മലയോര മേഖലയൊക്കെ കണ്ടിട്ട്, അതുപോലെ ഈ വെള്ളക്കെട്ടുകൾ, നല്ല നീല കളറുള്ള ക്വാറികളൊക്കെ പോകുന്ന വഴിയിലുണ്ട് ഒത്തിരി സ്ഥലങ്ങൾ. സലാലയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ അതേ ഒരു അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കരമായിട്ട് ടിക്കറ്റിന് റേറ്റ് കൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ കുറേ ആളുകൾ നാട്ടിലേക്ക് പോയിട്ടില്ല. കുട്ടികൾക്ക് വെക്കേഷനായിട്ട് പോലും നാട്ടിലേക്ക് പോകാതെ ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ നാട് കാണാൻ എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ചില ആളുകൾക്ക് സലാലയിലേക്ക് ചെല്ലുമ്പോൾ കുറച്ച് തെങ്ങും പച്ചപ്പും ഒക്കെ കണ്ടിട്ട് മടങ്ങി വരാം എന്ന് കരുതിയിട്ട് ഒമാനിലേക്ക് പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. നാട്ടിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ എന്താ, കൂട്ടുകാരായിട്ട് ഈദ് ആഘോഷിക്കാൻ സലാലയിലേക്കൊക്കെ പോയിട്ട് വരാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ 2 ദിവസമേ നമ്മൾ പെരുന്നാളിനെ പറ്റി പറഞ്ഞു. ഒരു ദിവസം ബുധനാഴ്ച ഇവിടെ ആയിരുന്നു, വ്യാഴാഴ്ച നാട്ടിലായിരുന്നു പെരുന്നാള്. അതുകൊണ്ട് ഈ ബുധനാഴ്ച നാട്ടിൽ പോയ കുറച്ച് ബിരുദന്മാരും ഉണ്ട് കേട്ടോ. അപ്പൊ 2 പെരുന്നാളാണ് അങ്ങനത്തെ ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ പെരുന്നാൾ ആഘോഷം ആക്കിയിട്ടുള്ള ആളുകളും ഉണ്ട്. പെരുന്നാളിന്റെ സമയത്ത് നാട്ടിൽ പോയി 2 പെരുന്നാൾ അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴും നാട്ടിലൊക്കെ എല്ലാവരും നാട്ടിലത്തെ പെരുന്നാളിനെ പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വാക്കുകളില്ല. കാരണം എല്ലാവരും ഒത്തുചേർന്ന് ആ ഒരു പെരുന്നാളിന്റെ മൂഡ് ഈ ഒരാഴ്ച ഫുൾ ഉണ്ടാകും. പോരാത്തതിന് 2 ദിവസം ലീവും ഉണ്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് നാട്ടിൽ. ഇവിടെയാണെങ്കിലും അതെ, സമ്മർ വെക്കേഷനൊക്കെ ആളുകൾ പോയി. എന്നാലും ഇവിടുത്തെ റോഡുകളിലാണെങ്കിലും ദുബായ് മാളിലൊക്കെ അത്രയേറെ തിരക്കാണ് ഇന്നലെയൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. എവിടെയും പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. റോഡുകൾ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ വലിയ തിരക്കൊന്നും കാണുന്നില്ല, പക്ഷെ ഓരോ വിനോദ കേന്ദ്രങ്ങളിൽ എത്തിച്ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കാണെന്നാ എല്ലാവരും പറയും. ഫെസ്റ്റിവൽ സിറ്റി ആയിക്കോട്ടെ, ബീച്ചുകളായിക്കോട്ടെ, ദുബായിയുടെ റോഡുകളിൽ വളരെയധികം ട്രാഫിക് ആയിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. പലയിടങ്ങളിലും മണിക്കൂറുകളോ കാത്തു നിന്നിട്ടാണ് ട്രാവൽ ചെയ്യാനൊക്കെ സാധിച്ചത്. പിന്നെ പല വേദികളും നിറഞ്ഞു നിന്നു പെരുന്നാളിന്റെ ഭാഗമായിട്ട്. പല സ്റ്റേജ് പ്രോഗ്രാമുകളും ഒരുവിധം എല്ലാ വേദികളും എൻഗേജ്ഡ് ആയിരുന്നു ഇന്നലെ. കുറെ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ഒക്കെ ഇനിയിപ്പോ വരും ദിവസങ്ങളും ഇന്നലെ മാത്രമല്ല, പെരുന്നാൾ ദിവസം തുടങ്ങി ഈ ആഴ്ച മുഴുവൻ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ പരിപാടികൾ, ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഒരാഴ്ച നീളുന്ന പരിപാടി വരെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇനി മോർണിംഗ് ഷോന്റെ ഓരോ സെഗ്മെന്റുകളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ശ്വാസ വ്യായാമം അതിന് വലിയ ഗുണങ്ങളാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ എപ്പോഴും അഭിപ്രായപ്പെടാറുള്ളത്. ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഇതിനൊക്കെ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കോവിഡിന്റെ ഒക്കെ ടൈം വന്ന സമയത്തായിരുന്നു ബ്രീത്തിങ് എക്സസൈസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എല്ലാ ആരോഗ്യ വിദഗ്ധരും ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പോസ്റ്റ് കോവിഡ് സിംറ്റംസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ചെസ്റ്റ് കൺജഷൻ ആയിരുന്നു. എപ്പോഴും പിടിപ്പെടുന്ന ഈ ഒരു ചുമയും ജലദോഷവും ഒക്കെ കാരണം കൊണ്ട് തന്നെ
ആ ഒരു ഇമ്മ്യൂണിറ്റി വളരെ കുറവായി എന്നുള്ളതാണ് ബോഡിയിൽ. ആ ഒരു ലെസ് ഇമ്മ്യൂണിറ്റി, ആ ഒരു ഇമ്മ്യൂണിറ്റി ലെസ് ആണ്. പക്ഷേ ഈ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ എക്സ്പോസ്ഡ് ആണ് നമ്മളെല്ലാവരും. ഒത്തിരി പേർക്ക് ഇപ്പോൾ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം ഒത്തിരി പേർക്ക് സൈഡ് എഫക്ട്സ് ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ട്. സ്റ്റെപ്പ് കയറുമ്പോൾ ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവുക. അപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും നല്ല ആരോഗ്യശീലം ഉണ്ടാക്കുന്നതിന് യോഗയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ഈ ബ്രീത്തിങ് എക്സസൈസിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്നും പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് ബ്രീത്തിങ് എക്സസൈസിന്റെ ഭാഗമായിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തുന്ന രീതിയിൽ ഓരോ ഭാഗങ്ങളാണ് തുറന്നുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ചെസ്റ്റ്, അബ്ഡോമിനൽ ബ്രീത്തിങ് പറഞ്ഞു, ഷോൾഡർ ബ്രീത്തിങ് പറഞ്ഞു. അങ്ങനെ ഈ തരത്തിൽ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രീത്തിങ്ങിനെ കുറിച്ചിട്ടാണ് യോഗയിൽ പറഞ്ഞത്. സാധാരണ ഇപ്പൊ ഏതൊരാൾക്കും, ചിലർക്ക് യോഗ ചെയ്യാനൊക്കെ ഇരുന്ന് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, ഇരുന്ന് ചെയ്യാൻ. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ യോഗ ചെയ്യാൻ പലരും മടിക്കാറുള്ളത്. ഇപ്പൊ കുറച്ച് പ്രായമായ ആളുകളാണെങ്കിലൊക്കെ അവർക്ക് മുട്ട് മടക്കി ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഒരു ഇതിന്റെ വ്യായാമത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ നമ്മൾ സെഗ്മെന്റിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സുജി ടീച്ചർ നമുക്ക് ഓരോ ദിവസവും തരുന്ന ടിപ്സ് പ്രകാരം ഇപ്പോൾ ഒരു ചെയറിൽ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ് കൂടുതലായിട്ടും കാണുന്നത്. അതിൽ ചിലത് നമുക്ക് യോഗ മാറ്റിൽ ഇരുന്നുകൊണ്ടും അതുപോലെ തന്നെ ലേ ഡൗൺ ചെയ്ത് കിടന്നുകൊണ്ടൊക്കെ ചെയ്യേണ്ട യോഗ സ്റ്റെപ്പുകളും ഉണ്ടെങ്കിൽ പോലും കൂടുതലായിട്ടും ബ്രത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസുകൾ പലപ്പോഴും നമുക്കൊരു ചെയറിൽ ഇരുന്നും വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശ്വാസ വ്യായാമത്തിന് കൈമുദ്രയായിട്ട് ഭയങ്കര ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഓരോ മുദ്രയിലും ഓരോ തരത്തിൽ ബ്രീത്ത് എടുക്കണം എന്നാണ് യോഗാചാര്യന്മാർക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അത്തരത്തിൽ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ശ്വാസ വ്യായാമവും ഒപ്പം മുദ്രയും തമ്മിലുള്ള വലിയ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ എന്തായാലും പതഞ്ജലി സുജ ആചാര്യയുടെ ആ ക്ലാസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമസ്തേ, സബാൽ ഹൈർ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമുക്ക് യോഗ സെഗ്മെന്റിലേക്ക് കടക്കാം. നമ്മൾ പലതരം ശ്വസനക്രിയകളെ കുറിച്ച് പഠിച്ചു. ശ്വസനക്രിയ ചെയ്യുമ്പോൾ ചില ഹസ്തമുദ്രകൾ കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ വളരെയധികം പ്രയോജനം കിട്ടും. നമ്മൾ ഈ പ്രവാസ ജീവിതത്തിൽ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും യാത്രകളിലുമൊക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. മുദ്രകളെന്ന് പറയുന്നത് മോദം തരുന്നതാണ് മുദ്ര. കൂടിച്ചേരുമ്പോൾ ഊർജ്ജസ്വലത നൽകുന്നതാണ് മുദ്ര. കൂടിച്ചേരുമ്പോൾ വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതാണ് മുദ്ര. ഇല്ലാതാക്കുമ്പോഴാണല്ലോ സന്തോഷമുണ്ടാകുന്നത്. വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ഹസ്തമുദ്രകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ശ്വസനക്രിയയിൽ ചേർന്ന് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. 5 വിരലുകൾ അല്ലേ? 5 5 10 വിരലുകൾ. അപ്പോൾ 2 കയ്യിലുള്ള ഈ വിരലുകൾ എന്തിനെയൊക്കെ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. പഞ്ചഭൂത നിർമ്മിതമാണ് ശരീരം. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ പ്രതികരിക്കുന്നതാണ് തള്ളവിരൽ. ചൂണ്ടുവിരലാണെങ്കിൽ വായുവിനെ പ്രതികരിക്കുന്നു. നടുവിലുള്ള നടുവിരല് നേരെ കണ്ടോ, മേളിലേക്കാണ് നിൽക്കുന്നത്, ആകാശത്തെ പ്രതികരിക്കുന്നു. ഇത് മോതിരവിരലാണ്. മോതിരവിരൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് നമുക്കറിയാം. അത് പൃഥ്വിയാണ്, ഭൂമിയാണ്. ചെറുവിരലാണ് ജലത്തെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം, 5 വിരലുകൾ. ഈ 5 വിരലുകളുടെ സമന്വയമാണ്, ചില പ്രത്യേക രീതിയിലുള്ള സമന്വയം നമ്മളെ ഏറെ ഊർജ്ജസ്വലപ്പെടുത്തും. ആദ്യം നമ്മളെല്ലാവരും ചിന്മുദ്ര പിടിക്കാമെന്ന് കേട്ടിട്ടുണ്ടല്ലേ? ചിന്മുദ്ര കണ്ടോ? ചിന്മുദ്ര തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കുന്നതാണ് ചിന്മുദ്ര. അത് നമ്മുടെ സ്വസ്ഥമായിട്ടിരുന്ന് നട്ടെല്ലൊക്കെ നിവർത്തിയിരുന്ന് കാൽമുട്ടുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഷോൾഡറൊക്കെ അയച്ചിടുക, കണ്ണുകൾ അടച്ചിരുന്ന് വെറുതെ ശ്വാസം എടുത്ത് വിട്ടാൽ മതി. ഓഫീസിൽ ഇരിക്കുകയാണെങ്കിലും ടെൻഷൻ വരുമ്പോൾ പെട്ടെന്ന് ഒരു പൊടിക്ക് ഒരു കൈ കൊണ്ടാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. 2 കൈ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കണ്ണുകൾ അടച്ച് അല്പനേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല മനഃശാന്തി കിട്ടും. അതുപോലെ തന്നെ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ച് ഒരുപാട് കൺഫ്യൂഷനാകും, ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ ആകുന്ന സമയത്ത് ഈ മുദ്ര നേരെ കമിഴ്ത്തി പിടിക്കുക. അപ്പോൾ അത് ജ്ഞാനമുദ്രയായി. കുറച്ച് നേരം കണ്ണടച്ച് ഒരു മൂളിപ്പാട്ടുമൊക്കെ പാടി
ഒന്നും വേണ്ട, മൂളിപ്പാട്ട് പാടിയില്ലെങ്കിലും വെറുതെ ഇരുന്ന് ശ്വാസം എടുത്ത് വിട്ടാൽ മതി. ശ്വാസത്തിലോട്ട് ശ്രദ്ധിച്ചോണം എന്നുള്ളതാണ്. അത് നേരെ ഇമ്പൾസസ് പോകുന്നത് നമ്മുടെ ശിരസിലേക്കാണ്. ശിരസിൽ 3 പേരുണ്ട്: ഹൈപ്പോതലാമസ്, പിനയിൽ, പിറ്റ്യൂട്ടറി ഗ്രന്ഥികൾ. ഇതിൽ ചിന്മുദ്ര ഉത്തേജിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയാണ്, പീയൂഷ ഗ്രന്ഥി എന്ന് പറയും. അപ്പോൾ മാസ്റ്റർ ഓഫ് ദ ഗ്ലാൻഡിൽ ഉത്തേജിപ്പിക്കുന്ന മുദ്രയാണ് ചിന്മുദ്ര. ചിന്മുദ്ര എല്ലാവരും ശീലിക്കുക. വെറുതെ ഇരിക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പോവുക, വന്ന് പോകാൻ അനുവദിക്കുക. ശ്വാസത്തെ പിടിച്ചു നിർത്തി ഒന്നും വേണ്ട, വന്നു പോകാൻ അനുവദിക്കുക. ചിന്മുദ്ര ധ്യാനത്തിന് ഏറ്റവും ഉത്തമം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ചിന്മുദ്ര ശീലിച്ച് ഉന്നതമായ മനസ്സുള്ളവരായി വളരുക. നമസ്തേ. അപ്പോൾ സുജ ടീച്ചർ ക്ലാസ് നമ്മൾ കണ്ടു. പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ബ്രീത്ത് എക്സസൈസ് ഒക്കെ ചെയ്യുക. ഓരോ മുദ്രയ്ക്കും ഓരോ പ്രാധാന്യം എന്നാണ് പറയുന്നത്. യോഗയ്ക്ക് പ്രത്യേകിച്ച് മുദ്രകൾ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ അല്ലേ? പല തരത്തിലുള്ള മുദ്രകളാണ്. അപ്പൊ നമ്മൾ കരുതും എന്താണ് ഒരു കൈ ഇങ്ങനെ മടക്കിയത് കൊണ്ട് എന്താണെന്നുള്ളതാണ്. പക്ഷെ അതിന് ഓരോന്നിനും ഓരോ ശീലം, ഓരോ രീതിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അതിന്റെ ശാസ്ത്രമൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പല മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ നമ്മൾ കണ്ടു. അക്യുപഞ്ചർ പോലെയുള്ള പല ട്രീറ്റ്മെന്റുകളും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ നെർവ് എൻഡിങ്സിന് ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. പല തരത്തിലുള്ള, ഇപ്പോൾ നമ്മൾ വിരലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ തലവേദനയ്ക്ക് അങ്ങനെ ഓരോ ടിപ്സ് ഉണ്ട്. നമ്മൾ ഈ മെഡിസിൻ കഴിക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ്. കാരണം ഈ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു അസുഖങ്ങളൊക്കെ നമുക്ക് എന്നും സ്ഥിരമായിട്ട് വരുന്ന ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള രോഗങ്ങളൊക്കെ മാറ്റാൻ ഇത്തരത്തിൽ സാധിക്കുമെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതല്ലേ? അപ്പൊ ഒന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഈ സെഗ്മെന്റുകളൊക്കെ കാണാം. യോഗ പ്രത്യേകമായിട്ടും കാണാൻ ശ്രമിക്കുക, അത് ഫോളോ ചെയ്യുക. നമ്മൾ യോഗയൊക്കെ കഴിഞ്ഞ് നല്ല റിഫ്രഷ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നല്ല ചിന്തകൾ മാത്രം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ അല്ലേ? ഭയങ്കര തിരക്കാണ് ദിവസവും, ഓഫീസ് സ്ട്രെസ്, പ്രഷർ, തിരക്ക്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണല്ലോ നമുക്കുള്ളത്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഹോബി ഇല്ലാത്ത ഒരു മനുഷ്യന്മാരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഹോബീസ് ഉള്ള ആൾക്കാരായിരിക്കും. ഏത് ജോലിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും പക്ഷെ അവർ സ്വയം വിചാരിക്കുന്നത് അയ്യോ എന്റെ ജോലിയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ജോലി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഏതൊരാളടുത്ത് ചോദിച്ചാലും എല്ലാവരും സ്ട്രെസ്ഡിലാണ്. നമ്മളിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ചിറ്റ്ചാറ്റ് ചെയ്യുന്ന പോലും നല്ല ഹോബീസിൽ പെടുന്നതാണ്. ഇപ്പം പുസ്തകം വായിക്കുന്നവരുണ്ട്, പാട്ട് കേൾക്കുന്നവരുണ്ട്, ഫോൺ ചുമ്മാ നോക്കിയിരിക്കുന്നതും ഹോബിയാണ്. പക്ഷെ അതൊരു തരം അഡിക്ഷൻ ആവാൻ പാടില്ല. മാത്രമല്ല അത് നമുക്ക് റിലാക്സേഷൻ തരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഈ മൊബൈല് നോക്കിയിട്ടുള്ള സമയം വേസ്റ്റിംഗ് ആണ് ചില സമയത്ത്. ഒത്തിരി നേരം കാരണം ഓൾറെഡി നമ്മൾ വർക്ക് പ്രഷറിലാണ് നിൽക്കുന്നത്. അതിൽ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട്, തലയ്ക്ക് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട്, ബ്രെയിനിന് സ്ട്രെയിൻ കൊടുക്കും. അപ്പൊ ഇതിനൊക്കെ റിലാക്സ് ആവാൻ വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്നുള്ള, അതിൽ ഇൻവോൾവ് ആവാന്നുള്ള, അത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ വലിയവരുടെ കാര്യം മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ ചെറിയ കുട്ടികൾ മുതൽ അവർ പഠിക്കുന്നതിൻ്റെ ഇടവേളയിൽ ഇപ്പോൾ നാട്ടിലെ കുട്ടികളാണെങ്കിലും ശരി, ഇവിടുത്തെ ആണെങ്കിലും ഒക്കെ ശരി, യു എയിലുള്ള കുട്ടികളെ പറ്റി പറയുകയാണെങ്കിലൊക്കെ പലരും പല വിദഗ്ധരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പലരും ഇപ്പം നാട്ടിലെ കാര്യം, പ്രത്യേകിച്ച് നാട്ടിലെ ഞാൻ പറയാൻ കാരണം ഡ്രഗിന്റെ അഡിക്ഷനും കാര്യങ്ങളും ഇത്തരത്തിലുള്ള കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആവുന്നത് നാട്ടിലാണ്. നമുക്ക് കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നത് കുട്ടികൾ. അതുകൊണ്ട് ഞാൻ നാട്ടിലെ എന്ന് മെൻഷൻ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റിയാണ് ഇതിനൊക്കെ കാരണമാവുന്നത്. അപ്പോൾ അത് അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പകാലം മുതൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിൽ, എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റിൽ അവരെ എൻഗേജ്ഡ് ആക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അവർക്ക് മ്യൂസിക് ആയിരിക്കും ഇഷ്ടം, അപ്പോൾ കുറച്ച് നേരം അവർ മ്യൂസിക്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പോർട്സ് ആയിരിക്കും, ഫുട്ബോൾ ആയിരിക്കും, അല്ലെങ്കിൽ ക്രിക്കറ്റ് ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും അവർ അതിന് വിടുക. മാക്സിമം അത്തരത്തിലുള്ള ശാരീരികമായിട്ടും അതുപോലെ കലാപരമായിട്ടും ഒക്കെയുള്ള ആക്ടിവിറ്റീസിൽ കൂടുതൽ കുട്ടികളെ ഇൻവോൾവ് ആക്കാൻ. എല്ലാവരും കൂടുതലും വീഡിയോ ഗെയിംസ് കളിച്ചിട്ടും ഫോൺ നോക്കിയിരുന്നിട്ടും, ഒന്നാമത് ആ കോവിഡ് ഒരു ടൈം വന്നതിന് ശേഷമാണ് കുട്ടികൾക്കിടയിൽ ഭയങ്കരമായിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗമൊക്കെ കൂടിയത്. ഒരു പരിധിവരെ നേരത്തേക്ക് നമുക്ക് വിലക്കാൻ പറ്റിയിരുന്നുവെങ്കിലും ഇപ്പോഴും ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ ക്ലാസ്സുകൾ മിക്കതും നടക്കുന്നത് സ്മാർട്ട് ഫോണിലും കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഭാവം ഇപ്പോഴും കുട്ടികളിൽ അവശേഷിക്കുന്നുണ്ട്. കോവിഡിന് ശേഷം ഉണ്ടായൊരു തലമുറ എന്നുള്ളത് പോലെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം വന്ന പുതുതലമുറയിലെല്ലാം ഈ ഫോണാണ് അല്ലെങ്കിൽ ലാപ്ടോപ്പാണ്, ഇതൊക്കെയാണ് ലൈഫ് എന്ന് വിചാരിക്കുന്നവരാണ്. പുറത്തു പോയി കുട്ടികളുമായിട്ട്
സംസാരിക്കുകയും അതുപോലെ കളിക്കുകയും mingle ക്രിക്കറ്റ് ചെയ്യിപ്പിക്കുക. ഫുട്ബോൾ അങ്ങനെയുള്ള Socially കുറച്ച് അതൊന്നുമില്ല. active വളരെ കുറവാണ് അങ്ങനെ കളിക്കാൻ പോകുന്നവരൊക്കെ. അപ്പോൾ നമ്മൾ പാരന്റ്സ് വേണം അത്ര ഹോബികൾക്കൊക്കെ തിരിച്ചുവിടാൻ, കുട്ടികളുടെ ആണെങ്കിലും വലിയവരാണെങ്കിലും. അപ്പൊ എന്തെങ്കിലും ഹോബീസ് പുറത്ത് സമയം കണ്ടെത്തി ചെലവഴിക്കാൻ പറ്റുന്ന നല്ല ഹോബികൾ കണ്ടെത്തിയിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനി നമ്മൾ ഈ എന്താ പറയാ ഹൗസ് വൈഫ്സിന്റെ കാര്യം വീട്ടമ്മമാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ശരി, അവര് രാവിലെ തൊട്ട് വീട്ടിലെ ജോലികൾ ചെയ്യാണ്, അവരും എൻഗേജ്ഡ് ആണ് ഫുൾ ടൈം 24/7 പോകുന്നില്ല. അതെ, അവർ 24/7 അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? മക്കൾക്കാണെങ്കിലും ഭർത്താവിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, ഫുൾ ടൈം അവർ അവൈലബിൾ ആണ്. ചില ആളുകൾ പറയും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഹോബീസ് ഒന്നും ഇല്ല, പക്ഷെ അതൊരു ബെനിഫിറ്റ് അല്ല, അത് എപ്പോഴും ഒരു ബാഡ് ഇംപ്രഷനാണ്. കാരണം നമ്മളെ അത് റിഫ്രഷ് ചെയ്യുന്നില്ല, നമ്മളെ ഒന്നും എന്റർടൈൻ ചെയ്യിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് സെറ്റ് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കും, നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഈ വീട്ടമ്മമാരൊക്കെ കുറച്ച് സമയമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും അവർക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് കൂടി വേണ്ടിയിട്ടാണെന്നുള്ളത് തിരിച്ചറിയാത്ത ഒരുപാട് ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് ചുറ്റുമുള്ളതായിട്ട് നമുക്ക് അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഒരു സെൽഫ് ടൈം കുറച്ച് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. അതിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും, ചിലപ്പോൾ വായനയായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചറിയാനുണ്ട്. വെറുതെ നമ്മുടെ സമയം പാഴാക്കി കളയാതെ ഒന്ന് മ്യൂസിക് കേട്ട് ഒന്ന് റിലാക്സ് ചെയ്യാതെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഷെമിമിക്ക് എന്താണ് അത്തരത്തിൽ ഹോബി ഉള്ളത്? തീർച്ചയായിട്ടും പാട്ട് കേൾക്കുക, പുസ്തകം വായിക്കുക എന്നുള്ളത്. പുസ്തകം വായന ഇപ്പോൾ കുറവാണ്, പാട്ട് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള ഹോബീസ്. ചിലപ്പോൾ സിനിമ കാണും, നല്ല സിനിമകൾ വന്നാൽ കാണും, അതൊക്കെ തന്നെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഹോബീസ് പറയുന്നപ്പോൾ അതായിരിക്കും ഇപ്പോൾ കൂടുതൽ. ആരും ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല വേറെ. കുറച്ച് നല്ല ആളുകളുണ്ടാവും, കുറച്ച് പേരൊക്കെ ഉണ്ടാവും നൃത്തം പാട്ട് പഠിക്കൽ ഒക്കെ ആയിട്ട് പോകുന്നവരുണ്ടായിരിക്കും, വായിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇവിടെ UAE ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാനുണ്ട്. ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ വീട്ടമ്മമാരെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ശരി, ഇവിടുത്തെ പല ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണെങ്കിലും ശരി, പലതരത്തിലുള്ള മീൻസ് കലാപരമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഈ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ആണെങ്കിലും ഡാൻസുകളാണെങ്കിലും ഒക്കെ ആയിട്ട് ഡാൻസേഴ്സ് അല്ലെങ്കിൽ പോലും അവർക്ക് ഇഷ്ടമാണ്. ചെറുപ്പം മുതൽ അവർക്ക് സാധിക്കാതെ വന്ന പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ കണ്ടുവരാം. ചില ആളുകൾക്ക് വളരെ നേരത്തെ കല്യാണം കഴിക്കും, ഡിഗ്രി ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിച്ച് നേരെ ഗൾഫിലേക്ക് ഭർത്താവിന് കൂടെ വരുന്നുണ്ടാവും. ഒത്തിരി പേര് അങ്ങനെയുണ്ട്. അവർക്ക് പഠിക്കാൻ പറ്റില്ല, ഈ കോളേജ് ലൈഫ് മിസ്സായ ആളുകളുണ്ട്. അപ്പം അവർക്ക് ഷെറിന പറഞ്ഞതുപോലെ മുൻപ് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള വേദികളാണ് പലപ്പോഴും ഇത്തരം കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ഒക്കെ എല്ലാ ആഴ്ചകളും ഉണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടൊക്കെ കുറെ ഗെറ്റ് ടുഗദർസ് നടക്കാറുണ്ട്, ഇനി സ്പോർട്സ് ഈവന്റ്സ് നടക്കാറുണ്ട്, അതുപോലെ ഫാഷൻ ഷോസ് നടക്കാറുണ്ട്. ഇത്തരത്തിലുള്ള അതായത് ഏറ്റവും കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് നൽകുന്നത് ഇത്തരത്തിലുള്ള വീട്ടമ്മമാർക്കാണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം പറയുന്നത്. എന്തായാലും ഹോബിയെ കുറിച്ചുള്ള ഹോബിയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട്, ആ ഒരു തിരിച്ചറിവ് തരാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പോസിറ്റീവ് മിനിറ്റ്സിൽ ഹാദി അബ്ദുൽ ഖാദറാണ്. നമുക്ക് ആ ഒരു സെഗ്മെന്റ് കണ്ടിട്ട് നമുക്ക് പോസിറ്റീവ് മിനിറ്റ്സ് കണ്ടിട്ട് തിരിച്ചു വരാം. സബാൽ ഹയർ, ഗുഡ് മോർണിംഗ്. പോസിറ്റീവ് മിനിറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹോബീസ്. നിങ്ങൾ വർക്ക് കഴിഞ്ഞ് വന്നാൽ വീട്ടിലെ ദൈനംദിന ചര്യകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം വീക്കെൻഡ്സിലൊക്കെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാറ്? നിങ്ങൾക്ക് ഹോബീസ് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കാരണം അത് തരുന്ന ബെനിഫിറ്റ്സ് എത്ര എണ്ണിയാലും തീരില്ല. കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ ആലോചിക്കൂ ഹോബീസ് നിങ്ങളുടെ ലൈഫിൽ വേണോ വേണ്ടയോ എന്ന്. ഒന്നാമത്തെ ബെനിഫിറ്റ് സൈക്കോളജിക്കൽ ഡീടോക്സ്, മെൻ്റൽ ഡീടോക്സ്. നമ്മളെപ്പോഴും വർക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഹോബീസ് ഉണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ ഫോക്കസ് കൊടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് സ്പോർട്സ് ആവാം, ഗെയിംസ് ആവാം, വായനയാവാം, മ്യൂസിക് ആവാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുകയായിരിക്കും. ഈവൻ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ഒരു ആക്ടിവിറ്റിയിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് പോലും ഹോബിയുടെ ഭാഗമാണ്. ലൈക്ക് മൈൻഡായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് മുഴുവനായിട്ടും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ ടെൻഷൻസ് നിങ്ങൾ മറക്കും. നാളെ കൂടുതൽ എനർജിയോടെ നിങ്ങൾ വർക്കിനെ സമീപിക്കാൻ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ കാര്യം സൈക്കോളജിക്കൽ ഡീടോക്സ്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്കിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് സാധിക്കും.
രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കൂടുതൽ ഹാപ്പി ആയിരിക്കും. ഹാപ്പി പീപ്പിൾ ആർ മോർ പ്രൊഡക്റ്റീവ് എന്നാണ് പറയാറ്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ, നമ്മുടെ ഹോബീസ് ഓഫ് കോഴ്സ്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, വർക്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ സൈഡായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നിനാണല്ലോ ഹോബി എന്ന് പറയാറ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ഹാപ്പി ആവുകയും അത് എഗെയിൻ നിങ്ങൾക്ക് വർക്കിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനും നിങ്ങളുടെ ഓവറോൾ വെൽബീയിങ്ങിന് അത് സഹായിക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് പോയിൻറ്റ്, സോഷ്യൽ കണക്ഷൻസ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു സാമ്യത കാണാൻ പറ്റും എല്ലാ ആളുകളിലും. നമുക്ക് നമ്മളെപ്പോലുള്ള, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് പെട്ടെന്ന് നമ്മൾ അവരുമായിട്ട് അടുക്കും, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. അപ്പോൾ നമുക്ക് സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാവും നമ്മൾ ഹോബീസിലൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ. ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ്, ഫുട്ബോൾ പോലുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ, നമ്മൾ കളിക്കാൻ പോകുമ്പോൾ നമ്മളെപ്പോലെ ഒരു കാലത്ത് ഞായറാഴ്ച 6 മണി 7 മണിക്കൊക്കെ എണീറ്റ് കളിക്കാൻ പോകാൻ അത്രമാത്രം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാൻ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ലൈക്ക് മൈൻഡുള്ള ആളുകളുമായിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടാവുകയും നിങ്ങൾക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, അത് എനിക്ക് ചുറ്റും കുറച്ച് ആളുകളുണ്ട്, എനിക്കിഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ അതും നിങ്ങളുടെ ഹാപ്പിനെസ്സിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഹോബീസ് ഇല്ലാത്തവരാണെങ്കിൽ ഹോബീസിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാം അല്ലേ. കാരണം നിങ്ങളെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും നിങ്ങളെ കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കാനും ഒപ്പം കുറേ കണക്ഷൻസ്, ഒരു നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ ഉണ്ടാകാനും നമുക്ക് ഹോബീസ് സഹായിക്കുമെങ്കിൽ ഹോബീസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണ്ടേ അല്ലേ. അപ്പോൾ ഫൈൻഡ് എ ഹോബി. ഈ ഹോബി, നിങ്ങൾക്ക് ഹോബീസ് ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, ആൻഡ് മേക്ക് യുവർ ലൈഫ് ഹാപ്പിയർ, പ്രൊഡക്റ്റീവ് ആൻഡ് സ്പെൻഡ് ഗുഡ് ടൈം വിത്ത് many people around you. Thank you for watching Positive Minutes. മറ്റൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു. തിരിച്ചു വരാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഹോബീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഇനിയും അത് ഹാദി അതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് അതിനെ വിശദമാക്കി അല്ലേ. അതെ, നമ്മൾ പറഞ്ഞതിലും ഗംഭീരമായിട്ട്. അതെ, ഒരു മോട്ടിവേറ്റർ കൂടിയാണ്. അപ്പം അത്തരത്തിൽ നോക്കുമ്പം എന്തുകൊണ്ടും ആ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്തത് നമുക്കൊന്ന് റിലാക്സ് ആവാം. സിനി ഫയൽസ് ആണ് ഇനി വരാൻ പോകുന്ന അടുത്ത സെഗ്മെന്റ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാന്റെ ഒരു തിരിച്ചുവരവ് ചിത്രമാണ്, തിരിച്ചുവരവ് അറിയിക്കുന്ന ഒരു ചിത്രമാണ്, ഒരു ഗംഭീര ട്രെയിലറാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതെ, കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലർ റിലീസായി. ഒത്തിരി പേരൊക്കെ ഇപ്പോഴും കണ്ടിട്ടുണ്ടാവും കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലർ. ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഡ്രാമയാണ് മൂവി. മാത്രമല്ല ദുൽഖർ കുറെ കാലത്തിന് ശേഷം തിരിച്ചു വരുന്ന മൂവി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വരവറിയിച്ചിട്ടുള്ള മൂവിയാണ്. ഭീകരമായിട്ട് നല്ല ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നു, നല്ല എഡിറ്റിങ്ങും. മാത്രമല്ല ഭയങ്കര ത്രില്ലിംഗ് ആക്ഷൻ മൂവിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ മൂവി എന്ന് പറയാൻ പറ്റും. 5 ഭാഷകളിലാണ് ചിത്രം എടുത്തിട്ടുള്ളത്. മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിലാണ് ചിത്രം ഇറങ്ങുന്നത്. അപ്പം ഈ പുതിയൊരു ആക്ഷൻ, ദുൽഖറിൻ്റെ ഒരു ആക്ഷൻ മൂവിക്കായിട്ടുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. ഓഗസ്റ്റോടെ റിലീസാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജോഷിയുടെ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നുള്ളത് കൂടിയുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അഭിലാഷ് ജോഷി ദുൽഖർ കൂട്ടുകെട്ട് ഗംഭീരമാകുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഐശ്വര്യ ലക്ഷ്മിയാണ് നായികയായിട്ട് വരുന്നത്. ഒപ്പം ട്രെയിലറിൽ പറഞ്ഞ പോലെ ഗോകുൽ സുരേഷ് ഉണ്ട്. അച്ഛൻ്റെ പഴയ കാലത്തെ പോലീസ് ഓഫീസറുടെ വേഷത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗോകുൽ സുരേഷിന്റെ ആ റോൾ എന്ന് പറയുന്നത്. പണ്ടത്തെ സിനിമയിലുള്ള പോലീസ് ഓഫീസർ വേഷമിട്ട സുരേഷ് ഗോപിയാണ് ഗോകുൽ സുരേഷിനെ കണ്ടപ്പോൾ ഓർമ്മ വരുന്നത്. തീർച്ചയായും നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കൂടിയായിരിക്കും മലയാളി പ്രേക്ഷകർ എന്നുള്ള നിലയിൽ അല്ലേ. ഗോകുൽ സുരേഷിനെ കാണുമ്പോൾ സുരേഷ് ഗോപിയെ ഓർമ്മ വരുന്നതിന്റെ ഒരു ജസ്റ്റേഴ്സ് ഒക്കെ. എന്തായാലും ചിത്രം കണ്ടാലാണ് നമുക്ക് എത്രത്തോളം ബാക്കി ആക്ഷൻ എത്രത്തോളം ഗോകുൽ സുരേഷിന് സുരേഷ് ഗോപിയെ പോലെ വഴങ്ങുമോ എന്നുള്ളത് അറിയാം. ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ചിത്രത്തിന്റെ റിലീസ് വരുന്നത് ഓഗസ്റ്റിലാണ്. ട്രെയിലർ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതിന് സിനിമ കാണാനായി. ട്രെയിലർ ഇപ്പോഴേ ഹിറ്റ് ആയി കഴിഞ്ഞു. ഒരു ദിവസമായിട്ടുള്ള ട്രെയിലർ പുറത്തിറങ്ങിയിട്ട്. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് തിരിച്ചു വരാം. രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തിരുന്നു. അവരുടെ മക്കളെ കൊന്നു തിന്നുന്ന ആ ഭൂതത്തിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കാൻ രാജാവിന് മാത്രമേ കഴിയൂ എന്നവർ വിശ്വസിച്ചു.
തിരിച്ചു വരാൻ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ആക്ഷൻ ത്രില്ലർ ആണെന്ന് അല്ലേ. ദുൽഖറിന്റെ ഓരോ സിനിമയ്ക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. ഒന്നും ഒരു റിപ്പീറ്റഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. വളരെ അപൂർവമാണ്. അതെ അതെ, അത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമകളാണ്, എപ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ്. ഇതുവരെ കണ്ട ദുൽഖറിന്റെ യാതൊരുവിധ ഫേസും അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള തമിഴ് ആക്ഷൻ മൂവി എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഭയങ്കര വ്യത്യസ്തമായ ദുൽഖറിനെയാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് ഓഗസ്റ്റ് വരെ കാത്തിരിക്കാം ഈ സിനിമ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് അല്ലേ. നല്ല നിലാവുള്ള രാത്രി, പേടിക്കേണ്ട, രാത്രിയല്ല പകൽ തന്നെയാണ്. ഇന്ന് റിലീസാവാൻ പോകുന്ന സിനിമയുടെ പേരാണ് നല്ല നിലാവുള്ള രാത്രി. അപ്പോൾ നല്ല നിലാവ് പോലെ തന്നെ നല്ലൊരു സിനിമയായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. അതെ അതെ, ഇന്ന് ഒത്തിരി സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് നല്ല നിലാവുള്ള രാത്രി. സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നിലാവുള്ള രാത്രി നടക്കുന്ന ഒരു കഥയാണെന്നാണ് ഈ സിനിമ, കഥയാണ് സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത്. സാന്ദ്ര തോമസ് ആണ് നിർമ്മിക്കുന്നത്. സാന്ദ്ര തോമസിന്റെ പ്രൊഡക്ഷൻ ബാനറിലാണ് ചിത്രം ഇറങ്ങുന്നത്. മർഫി ദേവസിയാണ് സംവിധാനം ചെയ്യുന്നത്. പുതുമുഖാണ്. ഏതായാലും സിനിമ ആക്ഷൻ ത്രില്ലറാണ്, ആക്ഷൻ ത്രില്ലർ മൂവി ആയിരിക്കും. ഇപ്പം പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായി കഴിഞ്ഞു. നമ്മൾ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞവരുണ്ടായിരിക്കും. ബിനു പപ്പു, ജിനു ജോസഫ്, ചെമ്പൻ വിനോദ്, ബാബുരാജ്, അങ്ങനെ ഒരു ഗംഭീര കുറച്ച് കോമഡി ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, കംപ്ലീറ്റ് ഒരു ആക്ഷൻ മൂവിയാണ്. ജിനു ജോസഫും ചെമ്പൻ വിനോദും ഒക്കെ ഉണ്ടെങ്കിൽ, ബാബുരാജ് ഉണ്ടെങ്കിൽ കോമഡി ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്ഷനും ഒപ്പം ഹാസ്യവും ഒരുപോലെ വഴങ്ങുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സറ്ററിക്കൽ ആയിട്ട് വഴങ്ങുന്ന. ജിനു ജോസഫിനൊക്കെ നമ്മൾ ഒത്തിരി വില്ലൻ റോളിലും കണ്ടതാണ്, പക്ഷെ നമുക്ക് തമാശയായിട്ട് കണ്ടിട്ടുള്ളത്. ഗസ് ചെയ്യാൻ പറ്റില്ല, കഥയുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് ഗസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലേ. അതെ, അപ്പൊ ഈ ചിത്രം വളരെ പ്രതീക്ഷയിലാണ്. ഇന്ന് റിലീസാവുകയാണ്. വളരെ പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ കാത്തിരിക്കുന്നത്. ഒപ്പം ഇതുവരെ ട്രെയിലറിനൊക്കെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഷിമോഗ 266 ഏക്കർ, 12.5 കോടി. നീയും കുര്യനും തമ്മിൽ എങ്ങനെയാ പരിചയം എന്ന് പറഞ്ഞു? കുര്യൻ കോളേജില് അപ്പൊ എല്ലാവരും ട്രെയിലർ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് പറ്റുന്നവരൊക്കെ ഇന്ന് തന്നെ ലീവാണ്, പലർക്കും ലീവാണ് അല്ലെ, ഒട്ടുമിക്ക ആളുകൾക്കും ലീവ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ എല്ലാവരും പുറത്തൊക്കെ നല്ല ചൂടാണ്, അപ്പോൾ എൻജോയ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ സിനിമ കാണാം. ഇന്ന് റിലീസാണ്, അപ്പോൾ നിങ്ങൾക്കിത് ആസ്വദിക്കാം. നല്ല നിലാവുള്ള രാത്രിയിൽ നല്ല നിലാവുള്ള രാത്രി എന്നുള്ള ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. എന്തായാലും ഇതിലെ പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ പാട്ടുകൾ ഇപ്പൊ തന്നെ ഹിറ്റാണ്. സിനിമ ഇന്ന് ഇറങ്ങുന്നേ ഉള്ളെങ്കിലും പാട്ട് മുന്നേ തന്നെ ഹിറ്റായിരിക്കുകയാണ്. ഒരു നാടൻ താളത്തിലുള്ള പാട്ടുകളാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചില നാടൻ പാട്ടുകളുടെ ആ ഒരു ഓളത്തിലൊക്കെ ഉള്ള പാട്ടുകൾ നേരത്തെ ഹിറ്റ് ആവാറുണ്ടല്ലോ. മിക്കതും ഈ ചെറിയ കള്ളുടി പാട്ടുകളൊക്കെ വരുമ്പോഴാണ് യുവാക്കൾക്കിടയിലൊക്കെ ഭയങ്കര ഹാരമായിട്ട് ഹിറ്റായിട്ട് സൃഷ്ടിക്കാനായിട്ട് കഴിയും. അതെ, ഇപ്പോൾ ഈ സിനിമ ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പേ ഈ പാട്ട് ഹിറ്റായിട്ടുണ്ട്. കൈലാസിന്റെ സംഗീതത്തിലാണ് പാട്ട് ഒരുങ്ങിയിട്ടുള്ളത്. പക്ഷെ പാട്ട് പാടിയിട്ടുള്ളത് ഒരു വലിയ പടയാണ്. സിനിമയ്ക്ക് അകത്ത് അഭിനയിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. ബാബുരാജ് നേരത്തെയും കുറെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. ബാബുരാജ് ഉണ്ട്, ഒപ്പം റോണി ഡേവിഡ്, ജിനോ ജോസഫ് പാടിയിട്ടുണ്ട്, കൈലാസ് ഉണ്ട്, രാജേഷ് തമ്പുരു, അങ്ങനെ ഒത്തിരി പേര് ചേർന്നാണ് ഈ പാട്ട് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ പാട്ട് നേരത്തെ ഹിറ്റായി കഴിഞ്ഞു. സിനിമ പുറത്തിറങ്ങുന്നതോടെ കൂടുതൽ ഈ പാട്ടിന് കൂടെ സ്വീകാര്യത കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ താനാരോ തന്നാരോ എല്ലാവർക്കും അറിയുന്ന പാട്ടായിരിക്കും. മർഫി ദേവസേനയാണ് ഈ പാട്ടിന്റെ വരികളും എഴുതിയിട്ടുള്ളത്. ദേവസേന സിനിമയുടെ സംവിധാനവും വരികളൊക്കെ ദേവസേന ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഭയങ്കര ഒരു ഓളം കൂട്ടുകാർക്കിടയിലും കൂടിയിരിക്കുന്ന കൂടിച്ചേരലുകൾക്കിടയിലൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റുന്ന പാട്ടാണ്. പാട്ട് കണ്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം. ൊരു കുട്ടപ്പൻ ചേട്ടൻ കോലുകുത്തി ചാടി. നമുക്ക് തിരിച്ചു വരാം. പാട്ടൊക്കെ കേട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് നല്ല താളം പിടിച്ച് പാടാൻ പറ്റിയ ഒരു പാട്ട് തന്നെയാണ് അല്ലെ. ഗ്രൂപ്പായിട്ടൊക്കെ എൻജോയ് ചെയ്ത് പാടാൻ പറ്റിയ ഒരു പാട്ടാണ്. എന്തായാലും സിനിമ എല്ലാവരും കാണുക. ഇന്ന്
അടുത്തതായിട്ടും നമുക്ക് ഒരു പാട്ട് തന്നെയാണ് സിനി ഫൈൽസിൽ നമുക്ക് പറയാനുള്ളത്, കേൾപ്പിക്കാനുള്ളത്. ശരത് അപ്പാനി നായകനാകുന്ന ഒരു ക്യാമ്പസ് ത്രില്ലറാണ്. ക്യാമ്പസ് ചിത്രങ്ങൾ ഇപ്പോൾ കുറച്ചായി ഇറങ്ങിയിട്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എന്തായാലും നല്ലൊരു ചിത്രം, ക്യാമ്പസ് ചിത്രം തന്നെയായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. പോയിന്റ് റേഞ്ച് എന്നാണ് ചിത്രം. അപ്പോൾ ചിത്രത്തിൻ്റെ പാട്ട് നേരത്തെ കുറച്ച് ദിവസമായിട്ട് വൈറലായിട്ടുണ്ട്. ഇപ്പോൾ അപ്പാനി ശരത്തിൻ്റെ നേരത്തെ ക്യാമ്പസ് പാട്ട് വൈറലാണ്. ജിമിക്ക് കമ്മൽ എന്നുള്ള പാട്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് അത്രയും റേഞ്ച് പോകും എന്നുള്ളത് അറിയില്ല. എന്തായാലും പോയിന്റ് റേഞ്ചിൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പാട്ട് വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. സൈനു ചാവക്കാടിനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഈ പാട്ടും കൂടെ ഒരു കണ്ടിട്ട് തിരിച്ചു വരാം. ഈ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സെഗ്മെൻറ്റുകളിലൊക്കെ പോവാം. അപ്പോൾ ഈ പാട്ടിൽ പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പോലെ ക്യാമ്പസ് ത്രില്ലർ ചിത്രമാണ്. ക്യാമ്പസ് അതെ അതെ ക്യാമ്പസിൽ ഒരുക്കിയിട്ടുള്ള നല്ല തട്ടുപൊളിപ്പൻ പാട്ടാണ്. ടച്ചക് മച്ചക് എന്നുള്ള പാട്ട്. അങ്ങനത്തെ ഇപ്പൊ അങ്ങനെയുള്ള പാട്ടുകളാണല്ലോ ഭയങ്കരമായിട്ട് ഹിറ്റാണ്. ടച്ചക്ക് ടണ്ടടടട എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള പാട്ടുകൾ ഭയങ്കരമായിട്ട് യുവാക്കളെ ഭയങ്കര ഹരം കൊള്ളിക്കുന്ന പാട്ടുകളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് ഈ തല്ലുമാല ആ ഒരു ടൈമോട് വന്നതാണ് ഒരു ട്രെൻഡാണ്. അതിപ്പോഴും എല്ലാ സിനിമാ പാട്ടുകളും അങ്ങനെയായിട്ട് നിലനിൽക്കുക. എന്തായാലും പാട്ട് കണ്ടിട്ട് നമുക്ക് തിരിച്ചു അപ്പോൾ നല്ല പാട്ടൊക്കെ കേട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഉഷാറായി. തട്ടുപൊളിപ്പൻ പാട്ടൊക്കെ രാവിലെ തന്നെ ഇരുന്ന് കേട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കാം. എന്തായാലും പെരുന്നാൾ ആഘോഷത്തിൻ്റെ അവസാന ദിവസങ്ങളാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ 4 ദിവസത്തെ അവധിയാണല്ലേ നമുക്ക് പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ് 4 ദിവസത്തെ അവധി, ഇത് 4ാമത്തെ ദിവസത്തെ അവധിയാണ്. അവധിയോടൊപ്പം തന്നെ വിവിധ എമിറേറ്റുകളിൽ പ്രഖ്യാപിച്ചിരുന്ന കുറച്ച് ഇളവുകളൊക്കെ ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഇളവ്, അതോടൊപ്പം ടോള്, ഇത്തരത്തിലുള്ള സൗജന്യ പാർക്കിംഗ് സേവനവും എല്ലാം ഇന്നത്തോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് അല്ലേ? അതെ. അപ്പോൾ പാർക്കിങ്ങും ടോളും ഇപ്പോൾ എല്ലാ എമിറേറ്റുകളിലുള്ള ഇതെല്ലാം ഇന്ന് അവസാനിക്കും. അപ്പോൾ നാളെ മുതൽ പാർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നാളെ മുതൽ, നാളെ നിങ്ങൾക്ക് ലീവായിരിക്കും, പക്ഷെ പാർക്കിംഗ് ചെയ്യുമ്പോൾ ആ ഒരു ഫൈനില്ല, ഫ്രീ പാർക്കിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് ആരും പാർക്ക് ചെയ്യാൻ നിൽക്കണ്ട. അത് ഇന്നത്തോടു കൂടി അവസാനിക്കാൻ പോവാണ്. ശനി ഞായറൊക്കെ നേരത്തെ അവധി ഉള്ള ആൾക്കാർക്ക് നാളെ മറ്റന്നാളൊന്നും ഓഫീസിൽ പോവണ്ട. എന്തായാലും ബാക്കിയുള്ളവർക്ക് 4 ദിവസത്തെ അവധി, സ്വകാര്യ മേഖലയിലാണെങ്കിലും പൊതുമേഖലയിലാണെങ്കിലും നേരത്തെ പ്രഖ്യാപിച്ച 4 ദിവസത്തെ അവധിയും ഒപ്പമുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇന്നത്തോടുകൂടി അവസാനിക്കുന്നതാണ്. ആഘോഷങ്ങൾ തുടരട്ടെ, ആഘോഷങ്ങളൊന്നും ആരും അവസാനിപ്പിക്കേണ്ട. ഇന്നും വിവിധ കേന്ദ്രങ്ങളിൽ വെടിക്കെട്ട് പരിപാടികളും ഒപ്പം പെരുന്നാൾ ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ജുമേറയിൽ വെടിക്കെട്ടുണ്ട്, വൈകിട്ട് 9 മണിക്കാണ് വെടിക്കെട്ടുള്ളത്. അങ്ങനെ ഒത്തിരി കേന്ദ്രങ്ങളിലൊക്കെ വെടിക്കെട്ടുണ്ട്. എല്ലായിടത്തും പോയി എല്ലാവരും നല്ല ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇനി തിങ്കളാഴ്ച മുതൽ പിന്നീട് അങ്ങോട്ട് സാധാരണ വർക്കിലേക്ക് എല്ലാവരും തിരിച്ചു പോവുകയാണ്. കുറച്ച് മടിയൊക്കെ ഉണ്ടാവും, എന്നാലും സാരമില്ല. തിങ്കളാഴ്ച മുതൽ ഇനി നമുക്ക് അടുത്ത ലീവ് വരുന്നവരെ കാത്തിരിക്കാം. അടുത്ത ലീവ് വരെ വരുന്നവരെ കാത്തിരിക്കണം. പക്ഷെ കുട്ടികൾക്കൊരു ഗുണമുണ്ട്, വിദ്യാർത്ഥികൾക്ക് സ്കൂളില്ല, സ്കൂളിൽ പോവണ്ട. അപ്പൊ അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടായിരിക്കും. പക്ഷെ ഈ വർഷത്തെ ഒരു നീണ്ട അവധി ഇവിടെ അവസാനിക്കുകയാണെന്നുള്ളതാണ് ഈ ഒരു ബലിപ്പെരുന്നാൾ അവധിയോട്. അതെ, നാട്ടിൽ പോയി വന്നിട്ടുള്ള ഒത്തിരി പേരൊക്കെ ഇപ്പോൾ ഈ ശനി ഞായറൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇത് പറയുമ്പോഴേ മറ്റൊരു കാര്യം ഓർത്തത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പെരുന്നാളിൻ്റെ ടൈമിൽ ടിക്കറ്റിന് ഭയങ്കര വിലയായിരുന്നു. ഒത്തിരി പേരാണ് സലാമെയർ, ഒമാനിലൊക്കെ പോയിട്ട് സലാമെയറിൽ നാട്ടിലേക്ക് പോയിട്ടുള്ളവരും ഒത്തിരി പേരുണ്ടായിരുന്നു. ഒത്തിരി പേര് ഈ ബജറ്റായിട്ടുള്ള പല എയർലൈനും കുറഞ്ഞ നിരക്കൊക്കെ പ്രഖ്യാപിക്കുമെന്ന് കരുതി കാത്തിരുന്നെങ്കിലും 3000, 2000, 4000 ഒക്കെ ആയിട്ട് ടിക്കറ്റ് റേറ്റ് കൂടി എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും നാട്ടിലേക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ എത്തുക എന്ന് കരുതി 2000, 3000 ഒക്കെ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് പുറപ്പെട്ട ആൾക്കാരെ പോലും ചില വിമാന കമ്പനികൾ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെരുന്നാൾ തലേ ദിവസം പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ഇതുപോലെ സാങ്കേതിക തകരാറിനുള്ള പേരും പറഞ്ഞിട്ട് ഒരുപാട് നേരമാണ് യാത്ര, അടക്കമുള്ള യാത്രക്കാരെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ അത് ഒരു തരത്തിലും അത് ഇല്ലാതാക്കാനുള്ള ഒരു നിലപാട് എയർലൈൻസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. കാരണം തുടർച്ചയായി യാത്ര മുടങ്ങുക. കാരണം ചില ആളുകൾ വളരെ എമർജൻസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്ര ഹൈ ഫെയറിലൊക്കെ ടിക്കറ്റ് എടുത്ത് പോകുന്നത്. പ്രത്യേകിച്ച് പ്രവാസികളെ പിഴിയുക എന്നതിലും അപ്പുറം അതിലൊരു ഒന്നും നമുക്ക് പറയാനില്ല. കാരണം ഇത് എന്ന് നിർത്തും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം
ഈ പറഞ്ഞ പോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ചിലവർ അത്രയും ഹൈ വലിയ ഫെയർ കൊടുത്ത് കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് പോകുന്നവരാണ് നേരത്തെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട്. അപ്പം അത്ര വലിയ ഫെയർ ഒക്കെ വാങ്ങിക്കുമ്പോൾ ആ തരത്തിലൊരു സുരക്ഷിതത്വം മിനിമം ഉറപ്പാക്കുക എന്നുള്ളതുണ്ട്. അല്ലെങ്കിൽ അതിനൊരു ബദൽ മാർഗം അവിടെ ഉണ്ടായിരിക്കണം അവരുടെ ഭാഗത്തുനിന്ന്. അപ്പൊ ഇത് ഒത്തിരി പേരാണ് വൈകിയൊക്കെ പെരുന്നാൾ ആഘോഷിക്കാനൊക്കെ ഇതുപോലെ നാട്ടിലേക്ക് എത്തിയത്. അങ്ങനെ നിരവധി സംഭവങ്ങളും ഇതിനിടക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യ കുറച്ച് വിമാനങ്ങളൊക്കെ വാങ്ങാനുള്ള ആസൂത്രണത്തിലാണ്. നിലവിൽ ധാരണയായിട്ടുണ്ട്, കൂടുതൽ വിമാനങ്ങൾ വാങ്ങാൻ പദ്ധതി ഇടുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഇവർ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ ഒരു പ്രശ്നം എപ്പോഴും അറിയാലോ, ഇന്ത്യയിലേക്കുള്ള UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സീറ്റുകൾ വളരെ കുറവാണ്. തന്നെയല്ല, ഇവിടുന്ന് ഫ്ലൈ ദുബായ് അടക്കമുള്ള UAE എയർലൈൻ കമ്പനികൾ സീറ്റ് വർദ്ധിപ്പിക്കാൻ കൂടുതൽ സർവീസ് നടത്താമെന്ന് ഇന്ത്യൻ കേന്ദ്ര സർക്കാരിൽ കത്തയച്ചിട്ടും വേണ്ട, കൂടുതൽ സർവീസ് വേണ്ട എന്നുള്ള നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇതിനെതിരെ പ്രവാസി സംഘടനകളുടെ പ്രതിഷേധമൊക്കെ നിലവിൽ ശക്തമായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഉള്ള സർവീസിൽ പോലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ പ്രവാസികൾ നേരിടേണ്ടി വരുന്നത്. ഒന്നുകിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ സർവീസുകൾ അനുവദിപ്പിക്കണം, അല്ലെങ്കിൽ ഇത്തരം വിമാന കമ്പനികൾ കണ്ടറിഞ്ഞ രീതിയിൽ പ്രവാസികൾക്ക് അല്ലെങ്കിൽ ഇതിനുള്ള ഒരു ബദൽ സംവിധാനമെങ്കിലും ഏർപ്പെടുത്തുകയാണെങ്കിൽ അത്രയും സമാധാനം ഉണ്ടായിരുന്നു അല്ലെ ആളുകൾക്ക്. ഇനി മറ്റൊരു ഈ ഒരു ഹോളിഡേ സീസൺ ആണ്. ഹോളിഡേ സീസൺ അല്ലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. പലതരത്തിലുള്ള പറ്റിക്കലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഫേക്ക് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ്, ഫുഡിന്റെ, അതായത് അതും നമുക്ക് പറയുകയാണെങ്കിൽ KFC, ചിക്കിങ്, ഇതിന്റെയൊക്കെ ഫുഡ് റിലേറ്റഡ് ബ്രാൻഡുകളുടെ പേരിലാണ് തട്ടിപ്പ് നടത്തുന്നത്. ഇവരുടെ ഒറിജിനൽ ലോഗോയാണ് ഇവർ ഫേക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് വെബ്സൈറ്റിൽ. നമ്മൾ വീട്ടിലൊക്കെ ഇപ്പൊ പെരുന്നാൾ ആഘോഷമൊക്കെ ആയിട്ട് ഒത്തിരി ഫ്രണ്ട്സും കുടുംബക്കാരൊക്കെ വരുന്ന വീട്ടിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യും അല്ലേ. അത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഓഫറുകൾ കാണുമ്പോൾ നമ്മൾ അതിൽ വീഴാനുള്ള സാധ്യതകൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മുതലെടുക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ. ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കി നമ്മൾ അതിൽ പേയ്മെന്റിനായി ലിങ്ക് കൊടുത്തു കഴിയുമ്പം നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നു, OTP വരുന്നു, OTP എൻ്റർ ചെയ്യുന്നു, പേയ്മെന്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ 2 ദിവസം മുന്നത്തെ കഥയാണിത്. അയാള് 37 ദിർഹത്തിന്റെ ഫുഡാണ് വാങ്ങിച്ചത്. കുറച്ചധികം ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ അതിൽ ഉണ്ടായിരുന്നു ആ ഒരു കോംബോ ഓഫറിൽ. 37 ദിർഹംസിന്റെ പേയ്മെന്റ് ആണ് ചെയ്തതെങ്കിലും അയാൾക്ക് നഷ്ടമായത് 5000-ത്തിനടുത്താണ്. 4800 ചില്ലാനം ദിർഹമാണ് അയാൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പരസ്യങ്ങൾക്കെതിരെ വളരെയധികം മുന്നറിയിപ്പുകളാണ് ദുബായ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് ഈ ഒരു ഹോളിഡേ സീസണിൽ നിന്ന് മാത്രമല്ല, പലതരത്തിലുള്ള ഫോൺ കോളുകൾ, ഫേക്ക് കോളുകൾ വരാറുണ്ട്. ബാങ്കിൽ നിന്നാണെന്നും പറഞ്ഞിട്ട് കോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു തരത്തിലും നമ്മൾ അതിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രോസ് ചെക്ക് ചെയ്യുക. കഴിയുന്നതും അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇത്തരം സ്ഥാപനങ്ങളുടെ ഫുഡാണെങ്കിലും സാധനങ്ങളാണെങ്കിലും എന്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് മാത്രം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വെബ്സൈറ്റ് കാണുമ്പോൾ ആ ലിങ്കിലൂടെ പോയിട്ട് പേയ്മെന്റ് ചെയ്ത് വാങ്ങിക്കുന്ന ആ ഒരു പ്രവണത അവസാനിപ്പിക്കുക. പലതരത്തിലുള്ള തട്ടിപ്പുകളാണ്. അതുപോലെ തന്നെ ഹണി ട്രാപ്പ് മറ്റൊരു തരം തട്ടിപ്പാണ് ഹണി ട്രാപ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ അവബോധവും പോലീസിന്റെ ഭാഗത്ത്, എല്ലാ എമിറേറ്റ്സിലുള്ള പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും വീഡിയോസായും ഇൻസ്റ്റാഗ്രാം വീഡിയോസായും ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാം ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇവരുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ വീഡിയോകൾ നിരന്തരമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നിരന്തരം ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു ഹോളിഡേ സീസണിൽ ചില ആളുകൾ കരുതുന്നത്, ഇപ്പം എല്ലാവരും ഇപ്പം പ്രവാസികളായിട്ടുള്ള എല്ലാവരും കരുതുന്നത് ഈദാകുമ്പോൾ ഒരുപാട് ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊക്കെ പല അംഗീകൃത കേന്ദ്രങ്ങളിലൊക്കെ നല്ല ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം പരസ്യങ്ങൾ ഫേസ്ബുക്കിലും മറ്റു പേജിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ അവർ വിശ്വസിച്ച് പോവും. ഈദ് ഓഫർ ആയതുകൊണ്ടായിരിക്കും ഇതിന് ഇത്ര, ചിക്കിങ്ങിന് ഇത്ര, KFCക്ക് ഇത്ര എന്നൊക്കെ കരുതി ഓർഡർ ചെയ്യുന്നത്. തെറ്റു പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതാണ് പ്രശ്നം. ഇത്തരം പരസ്യങ്ങൾ കാണുമ്പോൾ ഇത് ഓതറൈസ്ഡ് കേന്ദ്രത്തിൽ നിന്നാണോ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ പരമാവധി ഇത്തരം ഓർഡറുകൾ, ഇങ്ങനെയുള്ള ഓർഡർ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അംഗീകൃത അവരുടെ ആപ്ലിക്കേഷൻ വഴിയുള്ള ഓർഡറുകൾ നോക്കുക, അല്ലെങ്കിൽ ഇവരുടെ ആരെങ്കിലും കസ്റ്റമർ സർവീസിൽ വിളിച്ച് ഇക്കാര്യം അന്വേഷിച്ച ശേഷം മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള ഓർഡറുകൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള. വലിയ തുകയും മാത്രമല്ല, പിന്നീട് പലതരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളും ഉണ്ടായ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ വിഷയങ്ങളിലേക്കൊക്കെ പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ എന്തായാലും എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പം ഇന്ന് പറയാനുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സെഗ്മെന്റ് ആണ്, ബ്യൂട്ടി സെഗ്മെന്റ് ആണ് അല്ലെ, ബ്യൂട്ടി ക്വീൻ എന്ന സെഗ്മെന്റിലേക്ക് പോവാം. ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ഓരോ സെഗ്മെന്റിലൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്കിൻ ഡീകളറേഷനെ പറ്റി, സ്കിൻ ടാനിങ് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ അതിൽ പ്രധാനമായും ആദ്യം എന്തുകൊണ്ട് ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റ്, വൈ എ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വിശദമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ആൻറ്റി ഏജിങ്, ഏജിങ്ങിൻ്റെ പല ടൈപ്പ് ഓഫ് ഏജിങ്, ഫോട്ടോ ഏജിങ്ങിനെ പറ്റിയും നാച്ചുറൽ ഏജിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ബ്യൂട്ടി ക്യൂനിലൂടെ നമ്മൾ വന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസത്തെ സെഗ്മെന്റിൽ നമ്മൾ ബ്യൂട്ടി സെഗ്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലേസർ ട്രീറ്റ്മെന്റുകളെ കുറിച്ചിട്ടാണ്. പലതരത്തിലുള്ള ലേസർ ടെക്നോളജിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ആ ഒരു വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള ടെക്നിക്കുകൾ പല വിധത്തിൽ പല മേഖലയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഈ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ലേസർ ടെക്നോളജി ഉപകാരപ്രദമാകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ സെഗ്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് നമുക്ക് മുഖത്ത് വരുന്ന, അതെ, ഒരുപാട് പേർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മുഖത്ത് വരുന്ന രോമവളർച്ച എന്നുള്ളത്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും താടിയിൽ വരുന്നവരുണ്ട്, മീശ ഭാഗത്ത് വരുന്നവരുണ്ട്. അപ്പം ഏതെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് കാരണമാണ് ഇത്തരം രോമവളർച്ചകൾ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പം ഈ രോമവളർച്ച പലപ്പോഴും എല്ലാവരും ചെന്ന് വാക്സ് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ത്രെഡ് ചെയ്ത് കളയാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ളതോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും ശാശ്വതമായിട്ടുള്ള കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല. അത് മാത്രമല്ല, അത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഇരട്ടിയായിട്ട് കൂടുതലായിട്ട് വളരും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മാർഗമായിട്ടാണ് ഇലക്ട്രോളിസിസ്. ഒത്തിരി പേരൊക്കെ കേട്ട് കാണും ഇലക്ട്രോളിസിസിനെ കുറിച്ച്. നിരവധി ആളുകൾ ഇപ്പോഴും ഭയങ്കര ജനപ്രിയമായിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. പക്ഷെ പലർക്കും ഇപ്പൊ അത് സംശയമുണ്ട്, ഈ പറഞ്ഞ പോലെ അത് ചെയ്യണോ വേണ്ടേ, അത് ശരിക്കും എന്തിനാണ് എന്നുള്ള പലതരത്തിലുള്ള സംശയങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാവും. അപ്പം എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതൊന്ന് ആ സെഗ്മെന്റ് ഒന്ന് കണ്ടു നോക്കാം. അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ബ്യൂട്ടി ക്യൂനിൽ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ചില സൗന്ദര്യ ടെക്നിക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ സംശയമുള്ളവർക്കൊക്കെ, ഇനിയിപ്പോൾ അത് കണ്ടവർ അറിയുന്നവർക്ക്, ഇനി അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. അതെ, തീർച്ചയായിട്ടും ഇനി ഒരുപാട് ടോപ്പിക്സുകളായിട്ട് തുടർച്ചയായി സന്ധ്യ വരുന്നതായിരിക്കും. വിവിധ വിഷയങ്ങളെ കുറിച്ച് ഇതുപോലെ ഒരുപാട് ടോപ്പിക്സിൽ വരും. സന്ധ്യ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ലേസറിനെ കുറിച്ച് ഇത്രയധികം നമുക്ക് പറഞ്ഞു തരാൻ ലേസർ ടെക്നോളജിസ്റ്റ് കൂടിയാണ് സന്ധ്യ. അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും എന്തായാലും സബാൽഹയർ കാണുക. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ടെക്നിക്സുകളും ഇത്തരം ടിപ്സുകളും ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നതും നല്ലതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത കാര്യം എന്താ പ്രധാനമായിട്ടുള്ളത്? കരിയർ അപ്ഡേറ്റ്സ്. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ, നമുക്കോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ പ്രയോജനകരമാകുന്ന രീതിയിലുള്ള ഒരു സെഗ്മെന്റാണ് കരിയർ അപ്ഡേറ്റ്സ്. ഇതിലൂടെ നമ്മൾ ദിവസവും ഓപ്പർച്യൂണിറ്റീസ്, വിവിധ കമ്പനികളിലുള്ള, വിവിധ എമിറേറ്റ്സുകളിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെയിലിലൂടെ ആണെങ്കിൽ നിങ്ങൾ CV മെയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് വെക്കാൻ ശ്രദ്ധിക്കുക, കവർ ലെറ്റർ കൂടെ വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതല്ല വാട്സപ്പിലൂടെയാണ് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ വാട്സപ്പിലൂടെ മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്നും കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. വാക്ക് ഇൻ ഇൻ്റർവ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റും സമയവും ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടിട്ടൊന്ന് തിരിച്ചു വരാം. അപ്പോൾ കരിയർ അപ്ഡേറ്റ്സ് കാണാം.
തിരിച്ചുവരെ എല്ലാവരും ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നോട്ട് ഡൗൺ ചെയ്തു എന്ന് വിചാരിക്കുന്നു. കഴിയുന്നതും മാക്സിമം ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും കമ്പനികളിൽ എന്തെങ്കിലും തരത്തിലുള്ള വേക്കൻസികൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക്, വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. പിറ്റേ ദിവസം നമ്മുടെ സബാൽ ഹയറിൽ കരിയർ അപ്ഡേറ്റ്സ് എന്ന ഈ സെഗ്മെന്റിലൂടെ നമ്മളത് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉപകാരം കിട്ടുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകട്ടെ ഈ സബാൽ ഹയറിലെ ഓരോ സെഗ്മെന്റുകളും. അപ്പോൾ തീർച്ചയായിട്ടും അത് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വാട്സപ്പ് ചെയ്ത് തരാൻ ശ്രദ്ധിക്കുക. അത് ഓതന്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്താനായി പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഒപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നിരവധി സെഗ്മെന്റുകളായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഓരോ ദിവസവും വരുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും നമ്മൾ ചേർക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടതായിട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയതാണ്. അതെല്ലാം നമ്മളെ അറിയിക്കാം. താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും, നമ്മൾ ഈ ഷോയെക്കുറിച്ചും അല്ലെങ്കിൽ കൂടുതൽ പ്രോഗ്രാംസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നമ്മൾ ദിവസവും അവതരിപ്പിക്കുന്ന ഓരോ വിദഗ്ധരോടും ചോദിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അതും ഇക്കാര്യവും മെൻഷൻ ചെയ്ത് നമുക്ക് അറിയിച്ചാൽ മതി. കൃത്യമായിട്ട് ഇതിനൊക്കെ മറുപടി ഉണ്ടായിരിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സബാൽ ഹയറിൽ നമ്മൾ ഒരു സെഗ്മെന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്, ടാലന്റ് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ UAE നമുക്കറിയാം, നേരത്തെ നമ്മൾ ഹോബീസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറയുണ്ടായി, നിരവധി ആളുകൾ വളരെ കഴിവുള്ള, പല മേഖലയിലും കഴിവുള്ള, ഒരുപാട് കലാപരമായിട്ടാണെങ്കിലും അല്ലാത്ത കുറച്ച് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒക്കെ അതിൽ ഒരുപാട് കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് UAE എന്ന് പറഞ്ഞാൽ. അപ്പം അത്തരത്തിലുള്ള ആളുകളെ, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആളുകളെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് സബാൽ ഹയറിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും അത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ കൂടെയുള്ളതോ സുഹൃത്തുക്കളോ അങ്ങനെ ആരായിരുന്നാലും നല്ല അംഗീകാരം, നല്ല കഴിവുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത്തരം വാർത്തകളും കഥകളൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിലൊക്കെ സബാൽ ഹയർ കാണുക. നല്ല ഹജ്ജ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പോയി. ഒപ്പം ഹജ്ജിൻ്റെ അവസാന ദിവസങ്ങളാണ്. ഹജ്ജൊക്കെ പൂർത്തി ചെയ്യുന്നതോടെ ഹജ്ജെല്ലാം പൂർത്തി, ഹജ്ജ് കർമ്മങ്ങൾ മുഴുവനായിട്ടും അവസാനിക്കുന്നതാണ്. നാളെ എല്ലാവരും തിരിച്ച് വീടുകളിലേക്ക് മടങ്ങും. എല്ലാവരും മക്കയും മദീനയൊക്കെ അതോടെ വിജനായി തീരും. ഇപ്പോൾ പറയുന്നത് നേരത്തെ 3 വർഷത്തിന് ശേഷം ഏറ്റവും അധികം ആളുകൾ സംഗമിച്ച ഹജ്ജ് കൂടിയായിരുന്നു ഇത്തവണത്തേതെന്നാണ്. 18 ലക്ഷത്തിലധികം ഹാജിമാരാണ് ഇത്തവണ ഹജ്ജ് കർമ്മത്തിൽ പങ്കാളികളായിട്ടുള്ളത്. എന്തായാലും ഹജ്ജെല്ലാം പൂർത്തിയായി, പ്രിയപ്പെട്ടവരെല്ലാം മടങ്ങി വരാനുണ്ടായിരിക്കും. നാട്ടിലാണെങ്കിലും അവരെ വരവേൽക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനി ഓരോ പ്രവാസികളാണെങ്കിലും എല്ലാ മലയാളികൾക്കും ഉണ്ടായിരിക്കുക. അപ്പം ഹജ്ജിൻ്റെ പുണ്യമൊക്കെ ആയിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വരാനിരിക്കും. ഇനി അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. എന്തായാലും ഹജ്ജെല്ലാം പൂർത്തിയായിട്ട് എല്ലാ ഹാജിമാരും വെള്ളി ശനി ദിവസങ്ങളായിട്ട് മടങ്ങുന്നതാണ്. ഇന്നത്തോടെ എല്ലാ ഹജ്ജ് കർമ്മങ്ങളും പൂർത്തിയാകും. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ തിരികെ വരാം. ഇന്നത്തെ സബാൽ ഹയർ ഇവിടെ പൂർണ്ണമാകണം. സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ നല്ലൊരു ദിവസം നേരുകയാണ്. നമസ്കാരം.